ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിൽ പോയി വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും കഷ്ടകാലം ആരംഭിക്കാൻ പോകട്ടെ. നേരത്തെ നമ്മുടെ വിമലാൻ്റെ സ്വപ്നം കണ്ടതാണല്ലേ. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ചന്ദ്രയും ശ്രുതിയെ അറിയുകയും ശ്രുതിയെ ഇരുവരും കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രുതി രവിയോട് വരെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രവി വരാൻ പറയുകയാണ്, ഞങ്ങളെത്ര നാളിന് കബളിപ്പിക്കുകയായിരുന്നു, നിനക്ക് സത്യങ്ങൾ എന്നോടെങ്കിലും തുറന്ന് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിനെ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുന്നുണ്ട്. ഈ ഒരു സ്വപ്നം തന്നെ വിമലാൻ്റിയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. വിമലാൻ്റി ജോത്സ്യനെ കാണാൻ ചെല്ലുന്ന സമയത്താണ് ജോത്സ്യൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ജാതകപ്രകാരം ഈ ഒരു വ്യക്തിക്ക് കഷ്ടകാലമാണ്. ഇത്രയും നാളും മൂടിവെച്ച സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്രയും നാൾ സമ്പാദിച്ച പണമെല്ലാം തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുമുള്ള അവസരം കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിമലാൻ്റെ ആകെ ടെൻഷനോട് കൂടി തന്നെയാണ് മീരയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ശ്രുതിനെ അങ്ങോട്ടേക്ക് വിളിച്ച് വെച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും തന്നെ വകവെക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു ലൈഫിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ പുതിയ വീട് വെക്കാൻ പോവുകയാണ്, മൊത്തത്തിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. അമ്മയുടെ ജോത്സ്യം പറഞ്ഞത് കേട്ട് എന്നോടൊന്നും പറയാൻ വരണ്ട എന്നൊക്കെയാണ് ശ്രുതി വിമലാൻ്റിയോട് പറയുന്നുണ്ടല്ലോ. അതിന് ശേഷം അമ്മ പഠിക്കുന്ന പോലെ ഞാൻ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റിനെ സമാധാനിപ്പിച്ചാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. എന്നിരുന്നാലും വിമലാൻ്റി മീരയോടായിട്ട് പറയുന്നത്, മീര ഇതുവരെയും ജോത്സ്യം പറഞ്ഞ് ഒന്നും തന്നെ തെറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ പോലെ അവൾ എന്തൊക്കെ കാര്യങ്ങൾ മൂടി വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ പുറത്തറിയാൻ പോവുകയാണ്, എനിക്കാകെ പേടിയാവുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിമലാൻ്റി പേടിച്ച പോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞു തുടങ്ങുക കേട്ടോ. ആദ്യമേ തന്നെ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീലിമയുടെ കയ്യിൽ നിന്ന് ഇരുവരും കൂടി പലിശ സഹിതം 30 ലക്ഷം രൂപ മേടിച്ച ആ ഒരു സത്യം എല്ലാവരും അറിയാൻ പോവുകയാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി മുഖേന തന്നെയാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നീലിമയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടു കൂടി തന്നെ ഓട്ടം വിളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സച്ചി. നാട്ടിലേക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ നീലിമ ഓട്ടം വിളിക്കുന്ന സച്ചിയാണ്. അങ്ങനെ നീലിമ എന്നത്തെ പോലെ തന്നെ സച്ചി ഓട്ടം വിളിക്കുകയോ മാത്രമല്ല കാനഡയിൽ നിന്ന് വരുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കുമായിട്ട് കണ്ണടയും മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഈ ഒരു കണ്ണട കാണുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ മേഡം എനിക്ക് ഈ ഒരു കണ്ണട തരുന്ന പോലെ ഒരു ഫോട്ടോ എടുക്കണം, എനിക്കത് അവളെ കാണിച്ചു കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് നീലിമയും സച്ചിയും കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കാണുന്ന സമയം തന്നെ രേവതി നീലിമയെ തിരിച്ചറിയേണ്ട. കാരണം ഇവരുടെ കല്യാണ ഫംഗ്ഷൻ, അതായത് ശ്രുതിയുടെയും നമ്മുടെ രേവതിയുടെയും കല്യാണമാണല്ലോ ആദ്യം ഉറപ്പിച്ചത്. ആ ഒരു സമയത്താണ് ശ്രുതി അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നത്. ആ ഒരു ഫംഗ്ഷനെ വെച്ച് താൻ നീലിമയെ കണ്ടിരുന്നുവെന്നും ശ്രുതിയുടെ മുൻകാമികയായിരുന്ന നീലിമ ഇത് തന്നെയാണെന്നൊക്കെയാണ് നമ്മുടെ രേവതി തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം ഇറക്കാനാകാതെ തന്നെ നേരെ നീലിമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. നീലിമയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം നീലിമയോട് ദേഷ്യപ്പെടുക മാത്രമല്ല, എത്രയും വേഗം 25 ലക്ഷം രൂപ തിരികെ തരണം, അതല്ല എന്നാണ് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് നീലിമ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, എന്നെ മാത്രമല്ല നിങ്ങളെ സഹിതം തന്നെ അവൻ കളിപ്പിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് നീലിമ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കേട്ടോ. അതായത് 25 ലക്ഷവും പലിശ 5 ലക്ഷവും കൂടി 30 ലക്ഷം രൂപ മൊത്തത്തിൽ ശ്രുതിക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ നീലിമ പറയുന്നുണ്ട്, കഴിഞ്ഞ അവിടെ ഞാൻ വന്ന സമയത്താണ് ഈ ഒരു പണം നൽകിയത്, അതിൻ്റെ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് സച്ചി തന്നെയാണ്, നിനക്കത് ഒപ്പിട്ടത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ സച്ചി എല്ലാ സത്യങ്ങളും നീലിമയിലൂടെ തന്നെ അറിയുകയാണ് കേട്ടോ. ഈ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഭാഗം എന്താണ് ഞാൻ നാളത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും തന്നെ മിസ് ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.